ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അർച്ച വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ കുറേ ചെടിയുണ്ട്. അപ്പോൾ ആ ചെടിയൊക്കെ എനിക്ക് കാണിച്ചു തരാം. പല പല വെറൈറ്റി ചെടികളാണ്, കുറേ ചെടികളുണ്ട് അമ്മാമ്മയുടെ വീട്ടിൽ. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇവിടെ ഫുള്ള് ചെടിയാണ്. ദേ അമ്മുമ്മയുടെ ചെടികളാണിത്. അവിടെ മണ്ടയ്ക്ക് അത് കുറച്ച് പച്ചക്കറിയാണ്. ഇത് അമ്മൂമ്മയെല്ലാം നട്ടയാണ്. ഓക്കെ, നമുക്ക് ഓരോരോ ചെടിയായിട്ട് കാണാം. അങ്ങേയറ്റത്തൂന്ന് തുടങ്ങാം. ഇത് മറ്റേ 3 ലെയറുള്ള ചെമ്പരത്തി, പിങ്ക് കളറ് 3 ലെയറുള്ള ചെമ്പരത്തിയാണ്. അതുപോലെ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നട്ടിട്ടുണ്ട് കുറേ ചെടികൾ. ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അങ്ങനെ ചുറ്റിനും നട്ടിരിക്കുന്നുണ്ടോ, ഒരു ചുമന്ന ചെടി. പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതിൻ്റെയും പേരറിയത്തില്ല. പക്ഷെ ഇത് ഇനിയിപ്പം ചൂട് സമയം ആയതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് പൂ വിളിക്കുവേ. ഈ ഒരു വയലറ്റ് കളർ പൂ വിളിക്കുന്നുണ്ടോ, കണ്ടോ? കണ്ട. ഇനി അടുത്തത് പിന്നിവിടെ ഇതൊക്കെ ഒരു ഇലയുടെ ചെടിയാണ്. ഇതിൻ്റെയും പേരറിയത്തില്ല. ഇതൊക്കെ ഇലച്ചെടികളാണ്. ഇത് ജമന്തി അല്ല, ബന്തി. ഇത് 4 മണിയുടെ ചെടിയാണ്. കണ്ടോ, ഇതിൻ്റെ പേരും അറിയത്തില്ല. ഇതും ഒരു ഇലച്ചെടിയാണ്. ഇതില്ല, ഓർക്കിഡിൻ്റെ കുഞ്ഞ് ഇല വരുന്ന അതാണ്. ഇതും ഒരു വെള്ളപ്പൂവിൻ്റെ, ഇതിൻ്റെയും പേരറിയത്തില്ല. ഇത് 10 മണിയാണ്. ഇതൊരു ചുമന്ന ഇല വരുന്ന ചെടിയാണ്. ഇതിൻ്റെ പേരറിയത്തില്ലേ. കണ്ടോ, ഈ ചെടി തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഇതുവേ. ഇതും ഒരു സൈസ് ബന്ദിയാണ്, ഒരു മഞ്ഞ പൂ വിളിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ മുക്കൂറ്റി നട്ടിട്ടുണ്ട്. കണ്ടോ, മഞ്ഞളുണ്ട്. ഈ ചുമന്ന ചെടിയുടെ പേരും അറിയത്തില്ല. ഇത് പിന്നിൽ വെള്ളപ്പൂ വിളിക്കുന്ന കണ്ടോ. കണ്ടോ, ഇവിടെയും വെള്ളപ്പൂ, ഇവിടെയും വെള്ളപ്പൂ ഉണ്ട്. ഇവിടെ ചുമന്ന പൂവുണ്ട്. കണ്ടോ, ഇത് ഇനിയിപ്പോൾ ഈ മൊട്ടിന് കിളിച്ചൊരു പിങ്ക് പൂവാവും ഇതിനകത്ത്. ഇത് ഡാലിയയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞ് റോസാപ്പൂ വിളിക്കുന്ന ചെടിയാണേ. ഇത് ഒരു സൈസ് ഓർക്കിഡാണ്. ഇത് ഒരു വയലറ്റ് കളറാണ്. ഇതിൻ്റെ മഞ്ഞ കളറുണ്ട്, കാണിച്ചു തരാം. ഇതാണ്ട്, ഇത് മഞ്ഞ കളറാണ്. ഈ നിൽക്കുന്നത് വെള്ള കളറാണ്. ഇതും അതേ ആ വയലറ്റ് കളർ തന്നെയാണ്. ഇതും ഒരു മഞ്ഞ. ആ നിൽക്കുന്നത് ഒരു പെർപ്പിൾ, മീൻസ് ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. അതാണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ്ട് ഇവിടെ ഓർക്കിഡ് ഉണ്ട്. ഇതും ഓർക്കിഡ് തന്നെയല്ലേ ഈ പൂവ്. ഇതും ഒരു സൈസ് ഓർക്കിഡാണ് കേട്ടോ. ആണ്ടെ, ഇത് കണ്ടോ, ഇത് പൊന്നാങ്കണ്ണി ചീരയാണേ. കണ്ണിനൊക്കെ നല്ലതാണ് ഈ പൊന്നാങ്കണ്ണി ചീര. ഇത് കണ്ടോ, ഇത് ആത്തക്കയാണ്. ഇതിനകത്ത് ചുറ്റിയിരിക്കുന്നത് ഇത് കണ്ടോ, മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുപോലിരിക്കുന്ന ഇത് ചന്ദനം പെരണ്ടേന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് ഇടിച്ച് പിഴിഞ്ഞിൻ്റെ നീര് ആക്കിയിട്ട്, ഇടിച്ച് പിഴിഞ്ഞിൻ്റെ നീര് എണ്ണ കാച്ചിയിട്ട് മേത്ത് തലയിലൊക്കെ തേക്കുമ്പോൾ ചെവിക്കൊക്കെ നല്ലതാണിത്.
കണ്ടോ, ചന്ദനപ്പെരണ്ട എന്നാണ് എൻ്റെ പേര്. ഇത് കണ്ടോ, ഈ ചെമ്പരത്തി ഉണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ചെടിക്കകത്ത് കുറേ പൂവായിട്ടുണ്ട്. ഇപ്പം ഇത് കുറേ ലെയറുണ്ട്, നല്ല ഡാർക്ക് ചുമന്ന കളറാണ്. കുറേ കളറുണ്ട്, അല്ല കുറേ ലെയറുണ്ട്. ഇത് പിന്നെ വെള്ള റോസാപ്പൂവാണേ. ഇത് മഞ്ഞ ചെമ്പരത്തിയാണ്, അതിന് മുട്ടുണ്ട്. നല്ല രസമാണത് കാണാൻ. കണ്ടോ, ഇതൊരു മറ്റേ പിങ്ക് കളിക്കുന്നത്, അതിൻ്റെ പേര് എനിക്കറിയാം, പിങ്ക് പൂ വിളിക്കുന്നതാണ്. പിന്നെ എന്തേ ഹൈഡ്രാഞ്ചിയ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞാൻ കാണിച്ചായിരുന്നു. ഹൈഡ്രാഞ്ചിയുടെ ചുമപ്പ് ഇലയുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഈ പ്ലാവിന് ചുറ്റും നട്ടിരിക്കുന്നത് ഞാൻ മുമ്പേ കാണിച്ച ആ പൊന്നാങ്കണ്ണി ചീരയാണ്, ഇങ്ങനെ ചുറ്റും നട്ടിരിക്കുന്നത് കണ്ടോ. ഇത് തുളസി, അതെല്ലാവർക്കും അറിയാലോ. ഇല്ല, അതും എന്തോ ഒരു ഔഷധ ചെടിയാണ്. മറ്റേ എന്തെങ്കിലും വിഷമൊക്കെ ഉള്ള, ഇപ്പം നമ്മൾ വിഷമുള്ള എന്തെങ്കിലും കടിക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഇടിച്ചിട്ട് ആ മുറിവിൻ ആ കടിച്ചെടുത്തോട് ഇങ്ങനെ വെക്കുമ്പോൾ ആ വിഷം തടയുന്ന ഇതാണ്. ഇത് പേരയ്ക്ക, എൻ്റെ ഇതാണ് വെള്ള കളറ് പേരയ്ക്കില്ലേ, പനിനീർ പേരയ്ക്ക. അത് പിന്നെ മണ്ടയ്ക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അതും കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കുറേ ചീനയുണ്ട്. പന്നിയുടെ ശല്യം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ചാക്ക് വെച്ചിട്ട് ഇട്ടിരിക്കുന്നത്. കണ്ട, ഇല്ല, അവിടെ മുളകുണ്ട്. ഇത് പയറൊക്കെയാണ്. ഇത് പയർ, ഇത് വെണ്ട, വെള്ള വെണ്ട എന്നൊക്കെ പറയും. ഇതൊരു വയലറ്റ് കളർ മുളക്, ഇതും വെണ്ട. ഇത് പാവയ്ക്കയാണ്. കണ്ടോ, അത് ഇതും പൊന്നാങ്കണ്ണി ചീരയാണ്. ഇതും എന്തോ ഒരു ഔഷധ ചെടിയാണ്. കണ്ടോ, ഈ ഇലയുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇത് വഴുതനങ്ങ, പച്ചക്കളർ വഴുതനങ്ങ. ഇത് മറ്റേ ഇല്ല വയലറ്റ് കളർ വഴുതനങ്ങയാണ്. ഇത് മുളക്, ഇത് മുളക്. പിന്നെ കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഒരു ലൈറ്റ് പിങ്കിഷ് കളറാണ്, പക്ഷേ ഇതിനകത്ത് കാണുമ്പോൾ വെള്ള കളറായിട്ട് തോന്നും. ഇതിൻ്റെ പേര് ഉറക്കംതൂങ്ങി ചെമ്പരത്തി എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഉറക്കംതൂങ്ങി ചെമ്പരത്തി എന്നാണ്. നിങ്ങളവിടെ എന്തോ പറയുന്നതെന്നൊന്ന് പറയണേ. ഇതിൻ്റെ ചുമപ്പും ഉണ്ട്. അവിടെ മണ്ടയ്ക്കാണ്, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, എന്തായാലും സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ചുമന്ന കളറുണ്ടോ, അത് ഉറക്കംതൂങ്ങി ചെമ്പരത്തിയുടെ റെഡ് കളറാണ്. ഇത് ശരിക്കുള്ള ചെമ്പരത്തി. ഇതിൻ്റെ പേര് കൈനാറ് ചെടി എന്നാണ്. ഞങ്ങളുടെ ഇവിടെ കൈനാറ് ചെടി എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ എന്തോ പറയുന്നതെന്ന് പറയണേ. ഇതതിൻ്റെ വെള്ള കളറും ഇതതിൻ്റെ വയലറ്റ് കളറുമാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇത് വാടാമുല്ലയുടെ ചെടിയാണ്. ഇത് റെഡ് കളർ സീനിയാണ്, റെഡ് കളർ സീനിയാണ്. കണ്ടോ, ഇതിൽ ഓറഞ്ച് തെറ്റി. ഞാൻ പറഞ്ഞ ചെമ്പരത്തി ഇതുകൊണ്ട് കാണാൻ പറ്റുമല്ലോ. തൂവാത്തയ്ക്ക നമ്മുടെ കണ്ടോ, ഇത് ഏറ്റയില്ല ഒരു മുൾച്ചെടിയാണ്. ഇത് നമ്മുടെ തന്നെയാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് മലയാളത്തിൽ കണ്ടോ, ഇത് രണ്ടിടത്തും വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഇവിടെ. ഇതിൻ്റെ പേര് മലയാളത്തിൽ സർപ്പപ്പോള എന്നും പറയും, ഇംഗ്ലീഷിൽ സ്നേക്ക് പ്ലാന്റ് എന്നും പറയും. ഇത് കണ്ടാൽ പ്ലാസ്റ്റിക്കാന്ന് പറയും, പക്ഷെ ഇത് ഒറിജിനൽ ചെടിയാണ്. ഇതിൻ്റെ പേരറിയത്തില്ല, അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കറ്റാർ വാഴ കുറേ ഉണ്ട്. ഓക്കെ, ബൈ.